ഡിസംബർ മാസമാണ്. ഈ ഡിസംബർ മാസത്തിന് മുന്നോടിയായി തന്നെ ഒരുപാട് ഗംഭീര സിനിമകളൊക്കെ വരുന്നതായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മാസത്തിൽ കുറേ കിടിലൻ പടങ്ങളുണ്ട്. 5-ാം തീയതി നമ്മൾ ഒരു സെറ്റ് കണ്ടതാണ്. കളങ്കാവൽ ഉൾപ്പെടെ നമ്മൾ സിനിമകൾ കണ്ടതാണ്. ദുരന്തർ കണ്ടതാണ്. അത് രണ്ടും അതിഗംഭീരമായി തിയേറ്ററിൽ വർക്കായി. അപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷകൾ കൂടും. ഇനി വരാൻ പോകുന്ന സിനിമകളും അതേ രീതിയിലുള്ള പ്രതീക്ഷകളാണോ വെക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഏത് സിനിമയാണ് സംസാരിക്കേണ്ടത്? ഇറ്റ്സ് അഖണ്ഡ. കാരണം അഖണ്ഡ ഡിസംബർ 5-ാം തീയതി വരേണ്ടിയിരുന്ന സിനിമയാണ്. ലൈസൻസ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രം ആ സിനിമയ്ക്ക് അവസാന നിമിഷം ഒരു സൂപ്പർ സ്റ്റാർ പടം ഡിസംബർ 4-ാം തീയതി രാത്രി അതിൻ്റെ സ്ക്രീനിങ് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. എന്തോ ലൈസൻസ് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് മാത്രം 5-ാം തീയതി ആ സിനിമ റിലീസ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അഖണ്ഡയുടെ റിലീസ് അടുത്തയാഴ്ച, അതായത് നാളെ അഖണ്ഡ 2 ഇസ് ഗോണ ബി റിലീസ്ഡ് ഡിസംബർ 11-ാം തീയതി, അതായത് ഇന്ന് രാത്രി ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രീമിയർ ഷോസ് വന്നു തുടങ്ങും. പ്രീമിയർ ഷോസ് കഴിഞ്ഞിട്ടായിരിക്കും 12-ാം തീയതി റിലീസിലേക്ക് പോവുക. പ്രീമിയർ ഷോസ് സെലക്റ്റഡ് തിയേറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും പ്രീമിയർ ഇല്ല. 12-ാം തീയതി, അതായത് നാളെയാണ് ഒഫീഷ്യലി ഈ സിനിമ റിലീസിനെത്തുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ പടത്തിന് അവസാന നിമിഷം റിലീസ് മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ബാലയ്യ, നന്ദപുരി ബാലകൃഷ്ണ ആരാധകരൊക്കെ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര നിരാശയായിരുന്നു ഈ 4-ാം തീയതി രാത്രി. പെട്ടെന്ന് ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അഖണ്ഡ പോലൊരു സിനിമ, അഖണ്ഡ ഉണ്ടാക്കിയ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രമാത്രമാണെന്ന് നമ്മുടെ മുന്നിലുള്ള രേഖകൾ, കണക്കുകളൊക്കെ ഉണ്ട്. അതിന് 2-ാം ഭാഗത്തിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്ന ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അവർക്കിടയിലാണ് ഒരു തിരിച്ചടി കിട്ടുന്നത് പോലെ 4-ാം തീയതി രാത്രി ഈ സിനിമയുടെ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള വാർത്തയും കൂടി പുറത്തു വന്നത്. പക്ഷേ അവർക്ക് സന്തോഷിക്കാം. നാളെ ചിത്രം റിലീസിനെത്തുകയാണ്. നാളെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചോ. പലരും അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അവസാനം ക്യാൻസൽ ചെയ്ത് റീഫണ്ടൊക്കെ പോയിരുന്നു. എന്തായാലും ഇതിലേക്ക് വരുമ്പോഴേക്കും നാളെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നാളെ ഭയങ്കരമായ ഷോസും ആരാധകരും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അഖണ്ഡ 2-ൻ്റെ ട്രെയിലറിനെ പറ്റി സമ്മിശ്രമായ അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പ്രത്യേകിച്ച് അഖണ്ഡ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയതുകൊണ്ട് അഖണ്ഡ 2 അതുക്കും മേലെ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ. ശിവൻ്റെ റെഫറൻസ്, വിഷ്ണുവിൻ്റെ റെഫറൻസ്, അങ്ങനെ ദൈവങ്ങളുടെ പല റെഫറൻസുകളും ഈ സിനിമയിൽ നിൽക്കുന്നുണ്ട്. കുറച്ചധികം കത്തിരംഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു തെലുങ്ക് പടമാണ്, ഒരു ബാലയ്യ പടമാണ് എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വർക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ബാലയ്യ പടത്തിൽ ലോജിക്ക് നോക്കുന്നത് ആനമണ്ടത്തരമാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ബാലയ്യ പടത്തിന് ലോജിക്ക് നോക്കരുത്. ബാലയ്യ പടത്തിന് നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾ ലോജിക്കും തലച്ചോറും ഒക്കെ തിയേറ്ററിന് വെളിയിൽ വെച്ചിട്ട് നിങ്ങളൊരു കുട്ടികളുടെ മനസ്സോടെ ഈ സിനിമ കാണുക. ഇതൊരു മാസ് ആക്ഷൻ ആക്റ്റീവ് പടം തന്നെയായിരിക്കും. അതിന് തർക്കമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു 2 അടി മോളിൽ പോകും. കാരണം അഖണ്ഡയുടെ 2-ാം ഭാഗമാണ്. അപ്പം അഖണ്ഡ ഉണ്ടാക്കി വെച്ചേക്കുന്ന സക്സസ്സും ആ ആരാധകരെയും കൂടി സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം അഖണ്ഡ 2 ഇറക്കാൻ. ബോയപതി ശ്രീനുവാണ് ഇതിൻ്റെ സംവിധായകൻ. ബോയപതി ശ്രീനു ഇസ് ദി തെലുങ്ക് സിനിമയിലെ ഒരു മാസ് കാ ബാപ്പ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഡയറക്ടർമാരിൽ ഒരാളാണ് ബോയപതി ശ്രീനു. അദ്ദേഹവും നന്ദപുരി ബാലകൃഷ്ണയും വീണ്ടും ഒന്നിക്കുന്നൊരു സിനിമയായിട്ട് അഖണ്ഡ 2 വരുമ്പോഴേക്കും വർക്കായാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആരാധകർ പറയുന്നുണ്ട്. അത് വരട്ടെ എന്നുള്ളതാണ്. 2-ാമത്തെ സിനിമ നമ്മൾ സംസാരിക്കുന്നത് നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്യുന്ന വാവാത്യാർ എന്ന സിനിമയെ പറ്റിയാണ്. കാർത്തിയാണ് ഇതിൽ നായകനായി എത്തുന്നത്. ട്രെയിലർ സമ്മിശ്രമായ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ട്രെയിലർ പലർക്കും വർക്കായിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എ സാഡ് റിയാലിറ്റി. ബട്ട് എന്നാലും ഹൈ ഹോപ്സ്, വിശ്വസിക്കുന്നു പടം വർക്കാകും. തിയേറ്ററിൽ ചിലപ്പോൾ ഹിറ്റായാലോ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാർത്തി ഏവരും ഉറ്റുനോക്കുന്ന കാർത്തിയുടെ പല പല പ്രോജക്ട്സൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ വരുമെന്ന് കാർത്തിക്ക് പോലും അറിയത്തില്ല. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീടൊരു സംസാരിക്കാം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് കാർത്തിയുടെ ഒരു സിനിമ റിലീസിനെത്തുന്നത്. ആൻഡ് ഇറ്റ്സ് വാവാത്യാർ. കുറച്ചധികം നാളുകളായിട്ട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്. കൃതി ഷെട്ടിയാണ് ഇതിൽ നായികയായി എത്തുന്നത്. സത്യരാജ് ഒരു പ്രധാന വേഷത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. സന്തോഷ് നാരായണനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. സോ വാവാത്യാറാണ് മറ്റൊരു സിനിമയായിട്ട് റിലീസിനെത്താൻ പോകുന്നത്. ഒരു തമിഴ് ചിത്രം എന്ന രീതിയിൽ 12-ാം തീയതി നാളെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിൽ നിന്ന് ജയറാം കൈലാസ് സംവിധാനം ചെയ്ത് ഗണപതി, ഗോകുൽ സുരേഷ്, ലാൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്നതാണ് മലയാളത്തിൽ നാളെ റിലീസിനെത്താൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഇത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതാണ് നാളെ റിലീസിനെത്തുന്നത്. ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ട്രെയിലറും പുറത്തൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആ സിനിമയാണ് നാളെ മലയാളത്തിൽ നിന്ന് റിലീസിനെത്തുന്നത്. കുറച്ചധികം നാളായി ആ സിനിമ പെട്ടിയിലിരിക്കുന്നു. അത് പിന്നീട് റിലീസിനെത്തുന്നതാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഇത് സ്വീകരിക്കുക? ഒരു നല്ല സ്ലോട്ടാണെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത്. ഒരു വീക്ക് എന്തായാലും ഉണ്ടാകും. കളങ്കാവലിൻ്റെ റണ്ണുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ എന്നാൽ പോലും
നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത അതിനുണ്ട് എന്നതാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു മലയാള സിനിമ എന്ന് പറയുന്നത് ശ്രീ അയ്യപ്പനാണ്. അനീഷ് രവിയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. വിഷ്ണു വെഞ്ഞാറമൂടാണ് സംവിധായകൻ. നമ്മൾ അവർ രണ്ടുപേരുമായിട്ടൊരു അഭിമുഖം എടുത്തിരുന്നു. ഒരു ഭക്തിസാന്ദ്രമായ സിനിമ തന്നെയായിരിക്കും ഈ സിനിമ സംസാരിക്കുന്നതെന്നാണ് അവർ നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. റിയാസ് ഖാൻ, ഡ്രാക്കുള സുധീർ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. കോട്ടയം രമേശ് ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. ഇതൊരു വേറെ രീതിയിലൊരു അയ്യപ്പ ഭക്തി സിനിമയായിട്ടായിരിക്കും വരുന്നത്. പാക് തീവ്രവാദികൾ ശബരിമലയെ ആക്രമിക്കാൻ എത്തുന്നു എന്നതാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. അതെങ്ങനെ തടയുന്നു, അതെങ്ങനെ രീതിയിൽ ഭക്തിയുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ സിനിമയും നാളെ റിലീസിനെത്തുകയാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ റിലീസിനായി എത്തുന്നത്. ആൻഡ് ഇനിയൊരു തമിഴ് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പുതിയ പടമല്ല, പക്ഷേ എന്നാലും ആവേശം 3 ഇരട്ടിയാണ്. അത് പടയപ്പയാണ് ഗൈസ്. പടയപ്പ നാളെ ഡിസംബർ 12-ാം തീയതിയാണ് രജനീകാന്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഈ 12-ാം തീയതി വളരെ നിർണായകമാണ് തമിഴ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഡിസംബർ 12. അപ്പോൾ നാളെ രജനി ചിത്രമായ പടയപ്പ റിലീസിന് വരാൻ പോവുകയാണ്. ചെന്നൈയിൽ ഹ്യൂജ് സ്റ്റോമാണ് ഇത് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ ഭയങ്കരമായ ബുക്കിംഗ് ഈ സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. അത് ഫാക്റ്റാണ്. അതുകൊണ്ട് രജനി ആരാധകർ എല്ലാവരും കോയമ്പേടിലെ രോഹിണി സ്ക്രീനൊക്കെ അവർ ഹൗസ്ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രജനി ആരാധകരൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ പടയപ്പ വീണ്ടും കാണാൻ. ആൻഡ് പടയപ്പയുടെ 2ാം ഭാഗമായ നീലാംബരിയുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് നടക്കുകയാണെന്ന് രജനീകാന്ത് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പടയപ്പയുടെ 2ാം ഭാഗമൊക്കെ വരാൻ പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. വന്നാൽ പൊളിക്കും. അത് തന്നെയാണ്. കാരണം രജനി തന്നെ പറയുന്നത് 2ാം ഭാഗങ്ങൾ തൻ്റെ സിനിമകൾക്ക് വന്നു. ഇപ്പം 2.0 വന്നു, ജയിലർ 2 വരാൻ പോകുന്നു. അങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ട് പടയപ്പയ്ക്ക് 2ാം ഭാഗം വന്നുകൂടാ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ 2ാം ഭാഗം വരാൻ പോവുകയാണെങ്കിൽ അത് നീലാംബരി എന്ന ടൈറ്റിൽ ക്യാരക്ടറായി. എനിക്ക് അവിടെയാണ് രജനീകാന്ത് എന്ന നടനോട് ഭയങ്കരമായ ഭയങ്കരമായ സന്തോഷമൊക്കെ ഉള്ളത്. കാരണം അദ്ദേഹം പറയുന്നത് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് നീലാംബരി എന്ന രീതിയിൽ വന്നാൽ മതി. അദ്ദേഹം എന്ന സൂപ്പർ സ്റ്റാർ നിൽക്കുമ്പോൾ പോലും രമ്യ കൃഷ്ണൻ്റെ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ഇറ്റ്സ് ന്യൂ, അങ്ങനെ കാണാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നാളെ റിലീസിനെത്താൻ പോകുന്ന പ്രധാനപ്പെട്ട സിനിമകൾ. ആൻഡ് മലയാളത്തിൽ നിന്ന് ഒരു സിനിമയും കൂടിയുണ്ട്, അതുകൂടെ പറയാം. അടിനാശം വെള്ളപ്പൊക്കം എന്നാണ് ആ സിനിമയുടെ പേര്. AJ വർഗീസാണ് സിനിമയുടെ സംവിധായകൻ. AJ വർഗീസ് അടി കപ്പിയാരെ കൂട്ടമണി എന്ന ഒറ്റ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ മതി, AJ വർഗീസിന് മനസ്സിലാവും. AJ വർഗീസാണ് ഇതിൻ്റെ ഡയറക്ടർ. അതിനുശേഷം അദ്ദേഹം ഉറിയടി എന്ന സിനിമ ചെയ്തു. ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് വെൽ. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ സിനിമ കുറച്ചധികം സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ബാബു ആൻ്റണി ഉണ്ട്, ബൈജു സന്തോഷ് ഉണ്ട്, മഞ്ജു പിള്ള ഉണ്ട്, അശോകനുണ്ട്, ജോൺ വിജയ് ഉണ്ട്, വിനീത് മോഹൻ, ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെ തുടങ്ങിയ സ്റ്റാർ കാസ്റ്റാണ് നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോ ആണ് ഇതിൻ്റെ പ്രധാന ലീഡ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഇലക്ട്രോണിക്കലാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമ എന്ന് പറയുന്നത് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് സിയാദ് കോക്കറിൻ്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച സിബി മലയിൽ സംവിധാനം ചെയ്ത് രഞ്ജിത്ത് തിരക്കഥ എഴുതിയ സുരേഷ് ഗോപി, ജയറാം, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മോഹൻലാൽ ക്യാമിയോ വേഷത്തിലെത്തിയ സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയാണ്. പൂച്ച ആരാണ് അയച്ചത് എന്നൊക്കെ സംശയങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് റിലീസ് ചെയ്ത, വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സമ്മർ ഇൻ ബത്ലഹേമിൻ്റെ റിലീസ് നാളെയാണ് വരാൻ പോകുന്നത്. തിയേറ്ററിൽ ആഘോഷമാക്കാൻ കഴിയുമോ? മോനായിയുടെ എക്സ്പ്രഷൻസ് കലാഭവമണി വീണ്ടും തിരശ്ശീലയിൽ കാണാൻ കിട്ടുന്നൊരു അവസരം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ റിലീസ് ട്രെയിലർ ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് ഉള്ളായിരുന്നൊരു ട്രെയിലറും കൂടിയായിരുന്നു അത്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു റിലീസ് ട്രെയിലർ ഭയങ്കര സന്തോഷം നൽകുന്നൊരു ട്രെയിലർ കണ്ടത്. രാവണപ്രഭുവിനൊക്കെ മാസ് എലമെൻസ് ആയിരുന്നു, പക്ഷേ എന്നാലും ഒരു സന്തോഷം നൽകുന്ന ഒരു റിലീസ് ട്രെയിലർ സമ്മർ ഇൻ ബത്ലഹേം. അതുകൊണ്ട് സമ്മർ ഇൻ ബത്ലഹേമിനെ കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ് വരുന്നത്. സിനിമ ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. മോഹൻലാലിൻ്റെയൊക്കെ ജയിലിലെ ക്യാമിയോ വേഷമൊക്കെ, സസ്പെൻസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് പറയാം, ജയിലിലെ ക്യാമിയോ വേഷമൊക്കെ എങ്ങനെ ആളുകൾ സ്വീകരിക്കുമെന്നതും കൂടി കാത്തിരിക്കുകയാണ്. സോ ഒരു പറ്റം സിനിമകൾ നാളെ റിലീസിനെത്തുന്നുണ്ട് എന്നുള്ളത് വേണം തന്നെ പറയാൻ. ആൻഡ് ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറയാം.